എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കോടതി വളപ്പിൽ നിന്ന് കളിക്കുകയാണ് സൂരജും ചിപ്പിമോളൂടെ. അന്നേരം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈഷിതയും ആയയും കൂടെ സംസാരിക്കുന്നുണ്ട്. അന്നേരം മോളുടെ കാര്യമൊക്കെ ആയ പറയുവാണ്, ഭയങ്കര വാശിയാണ്, ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈഷിത പറയുന്നുണ്ട്, കുട്ടികളെല്ലാം അങ്ങനെയാണ് ചേച്ചി, നല്ല നിർബന്ധിച്ച് അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കണേ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഈഷിത പിള്ളേർ രണ്ടുപേരുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ചിപ്പിമോളോട് ചോദിക്കും, എങ്ങനെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇവനെന്ന് ചോദിക്കും. അന്നേരം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സൂരജിനോട് ചോദിക്കുമ്പോൾ സൂരജിനും ഇഷ്ടപ്പെട്ടു ഇഷിതാമ്മയെന്ന് പറയും. അന്നേരം ഇഷിതാമ്മയെന്നാണ് വിളിക്കുന്നത്, എന്നാൽ ഞാനും ഇനി തൊട്ട് അങ്ങനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുവാണ് ചിപ്പി. അന്നേരം സൂരജ് പറയും, അങ്ങനെ വിളിക്കണ്ട, ഇഷിതാമ്മയെന്ന് വിളിക്കുന്നത് ഞാനാ, അതുകൊണ്ട് ചിപ്പി വേറെ എന്തെങ്കിലും വിളിക്കുകയെന്ന് പറയും. അന്നേരം വേറെ ഞാൻ എന്താ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കുറേ പേര് അമ്മാന്നും അല്ല അമ്മാസെന്നും ഒക്കെ കുറേ സജഷൻ പറയുവാണ് സൂരജ്. അതൊന്നും ഇഷ്ടപ്പെടില്ല ചിപ്പിക്ക്. അന്നേരം ലാസ്റ്റ് സൂരജ് പറയുവാണ്, ഞാൻ ഇഷിതാമ്മയെന്നല്ലേ വിളിക്കുന്നത്, എങ്കിൽ ചിപ്പി ഷിയാമ്മേ എന്ന് വിളിക്കുമെന്ന് പറയും. അന്നേരം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചിപ്പിക്ക്. അന്നേരം ചിപ്പി പറയുന്നുണ്ട്, ഇനി ഞാൻ ഫ്രണ്ടിനെ ഷിയാമ്മയെന്ന് വിളിക്കുകയുള്ളൂ, എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഇഷിത കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും. ഈ സമയം നമ്മുടെ രചന കൊച്ചിനെ കാണാതെ അവിടെയൊക്കെ നോക്കി നടക്കുവാണ്. അന്നേരം ആകെ ടെൻഷൻ. ആകാശം അടുത്തേക്ക് വരുമ്പോഴത്തേക്കും മോളെ കണ്ടില്ലല്ലോ, ഇനിയിപ്പം മഹേഷ് കൊണ്ടുപോയി കാണുമെന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അകത്ത് കിടക്കേണ്ടി വരും, കോടതിയുടെ ഉത്തരവ് പാലിച്ചേ പറ്റുള്ളൂ, കോടതി ഇന്ന് പറഞ്ഞത് നിൻ്റെ കൂടെ നിൽക്കണം കുഞ്ഞ് എന്നാണ്, അതുകൊണ്ട് അവനത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, അതിനപ്പുറം ഒന്നും ചെയ്യാനുള്ള ധൈര്യം അവനില്ല എന്ന് പറയും. എന്നിട്ട് നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ എന്ന് ചോദിച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ്. അന്നേരം രചന പറയുന്നുണ്ട്, ഇത് നമ്മുടെ വീടല്ല കോടതിയാണ് എന്ന് പറയുമ്പോൾ, പിന്നെ കോടതിക്കും വക്കീലിനൊന്നും അറിയാത്ത കാര്യമല്ലല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ വാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് തന്നെ ഇറങ്ങിപ്പോരുക. എന്നിട്ട് അതിനിടയ്ക്ക് രചനയോട് ചോദിക്കുന്നുണ്ട്, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡിവോഴ്സ് നേടാൻ, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അവരിങ്ങ് ഇറങ്ങി വരുമ്പം ഇഷിതയുടെ കൂടെ കളിക്കുന്ന ചിപ്പിമോളെയാണല്ലോ കാണുന്നത്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ആകാശിനും രചനയ്ക്കും. അന്നേരം ആകാശ് പറയുന്നുണ്ട്, ഇഷിതയോട് ഭയങ്കര അടുപ്പമാണല്ലോ ചിപ്പിക്കുക എന്ന് പറയും. അന്നേരം രചന പറയും, അതെ എനിക്കതിൽ ചെറിയ ടെൻഷനുണ്ട്, ഇഷിതയോട് മോൾ അടുക്കുന്നിടത്തോളം എന്നോട് അകന്നുകൊണ്ടിരിക്കും, അതൊരു ടെൻഷനാണ് എന്ന് പറയുമ്പം ആകാശ് പറയുന്നുണ്ട്, നമുക്ക് ഇഷിതനെ ഇനിയും ആവശ്യമുണ്ട്, അതുകൊണ്ട് ആ സമയം വരെ നമുക്കിതങ്ങ് സഹിക്കാം, അതേ നിവൃത്തിയുള്ളൂ എന്ന് പറയുമ്പം രചനയെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അവരങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയം മഹേഷ് ഇറങ്ങി വരുന്നു. മഹേഷിന് ആകെ സങ്കടമാണ്. അന്നേരം വക്കീലിനോട് പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് ഇന്ന് മോളെയും കൊണ്ട് തിരിച്ചു ചെല്ലാമെന്ന് പറഞ്ഞാണ്, അവരെല്ലാം പ്രതീക്ഷിച്ചിരിക്കും എന്ന് പറയും. അന്നേരം മഹേഷിൻ്റെ വിഷമം കാണുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നമുക്കൊരു റിവിഷൻ പെറ്റീഷനോട് കൊടുക്കാം എന്ന് പറയുമ്പം കൊടുക്കണം, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടണം, അതിന് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. എന്നിട്ട് മഹേഷും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം ഇഷിതയുടെ കൂടെ ചിപ്പിമോള് കളിക്കുന്നതാണല്ലോ കാണുന്നത്. അന്നേരം മഹേഷിന് ദേഷ്യം വരും. മഹേഷ് ചോദിക്കും, ഇവൾക്ക് ഒരു പണിയില്ലേ ഹോസ്പിറ്റലിൽ, ഇതൊക്കെയാണ് ഇവളുടെ പണി, ഈ മരണം ഇവിടെയും വന്നോ എന്ന് ചോദിക്കും. അന്നേരം വിവേക് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈഷിതയെപ്പറ്റി എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ നിൻ്റെ മോൾക്ക് ഇതുപോലൊരു സന്തോഷം കൊടുക്കാൻ നിനക്ക് പറ്റുമോ, മോൾ നല്ല ഹാപ്പി ആയിട്ടല്ലേ ഈഷിതയുടെ കൂടെ കളിക്കുന്നത്, അതുകൊണ്ട് അതിന് നന്ദി പറയുമല്ലേ ചെയ്യേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം മഹേഷ് ദേഷ്യപ്പെട്ട് വിവേകിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൾ ഇപ്പം രചനയുടെ കയ്യിലിരിക്കാനുള്ള കാരണം എന്താ, അവൾ ചാനലിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അതൊറ്റ കാരണം കൊണ്ടല്ലേ എന്ന് വെച്ച് വിവേകിനോട് ഇതിൽ ദേഷ്യപ്പെട്ട് പറയുവാണ്. അന്നേരം ഇത് കാണുന്നുണ്ട് അപ്പുറത്ത് നിന്ന് രജനിയും ആകാശം. അന്നേരം ആകാശം പറയാ, അതെ കോടതി എപ്പോഴും നല്ല മനുഷ്യരുടെ കൂടെ നിൽക്കുകയുള്ളൂ, അപ്പം നല്ല മനുഷ്യരാണ് എല്ലായിടത്തും വിജയിക്കുന്നത്, ഇപ്പോൾ വിജയിച്ചത് നമ്മളാണ്, അപ്പം തോൽവികളെ എന്ത് വിളിക്കും, ലോക തോൽവി എന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി സംസാരിക്കുക. ദേഷ്യം വന്നിട്ട് മഹേഷ് അടുത്തോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും വിവേക് തടയും. അന്നേരം ഇഷിത കാണുവാണ് മഹേഷിനെ ഇങ്ങനെ ഇഷിത കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവർ കളിയൊക്കെ നിർത്തുവേ. അതെങ്കിലും ചിപ്പിമോള എൻ്റെ ഡാഡി എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് ഡാഡി എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണം, എന്നെ ഇവിടെ ഇട്ടിട്ട് പോകരുത് പ്ലീസ് ഡാഡി എന്ന് പറഞ്ഞ് കരയുവാണ്. മഹേഷിന് ആകെ സങ്കടമാവും. മഹേഷ് എടുത്തിങ്ങനെ ഉമ്മ വയ്ക്കാൻ തുടങ്ങുമ്പം പെട്ടെന്ന് രചനയുടെ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മോളെ തറയിലേക്ക് നിർത്തും. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വണ്ടിയിലേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. മോള് വണ്ടിയിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പുറകെ ചെല്ലുന്നുണ്ട്, ഡാഡി എന്നെ കൂടെ കൊണ്ടുപോയി എന്നെ ഇട്ടിട്ട് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. മഹേഷ് അങ്ങോട്ട് നോക്കുന്നു പോലും ഇല്ല സങ്കടം കാരണം. അന്നേക്കും ആയ ഓടി വന്ന് മോളെ പിടിച്ച് നിർത്തിയിട്ടും വണ്ടിയുടെ പുറകെ ഓടി പോവുകയാണ്. ഒരുവിധം പിടിച്ച് സമാധാനിപ്പിച്ച് അടുത്ത് നിർത്തുവാണ് ആയ. ഇതൊക്കെ കാണുന്ന ഇഷിതയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അന്നേരമാണ് ആകാശ് രചനയോട് പറയുന്നത്, ഏതായാലും നമുക്ക് പോയാലോ, മോളെ വീട്ടിലോട്ട് വിട്ടേക്കാമെന്ന് പറയും. അന്നേരം രചന, മോള് തനിച്ചല്ലേ ഉള്ളൂ, അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, അതിനൊന്നും സമയമില്ല, അവളെ കൂടെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് അവളൊരു തടസ്സമാകും, അതുകൊണ്ട് ഒരു ടാക്സി വിളിച്ച് ആയോട് മോളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാട്ടോ ആകാശ്. അന്നേരം ഇത് കേൾക്കുവാണ് ഇഷിതയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്.
ഈ സമയം വണ്ടിയെ പൊയ്ക്കൊണ്ടിരിക്കുന്ന മഹേഷിന് ആകെ ടെൻഷനും വിഷമമൊക്കെയാണ്. അപ്പം വിവേക് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും ആ കോടതിയിൽ തന്നെ നിൽക്കുവാണോ എന്ന്. അന്നേരം പറയുന്നുണ്ട്, ഞാൻ കോടതിയിലല്ല, അവൻ്റെ ആ അവജ്ഞയോട് കൂടിയുള്ള ആ സംസാരത്തിലും പരിഹാസത്തിലുമൊക്കെയാണ് ജീവിതത്തെ വൈകാരികമായി പ്രണയിച്ച ഞാനാണ് തെറ്റുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ ആകെ വിഷമത്തിലാണ് മഹേഷ്. ഏതായാലും ആകാശിന് ചിപ്പി ഒരു ശല്യമാണ്, അതുകൊണ്ട് മോളെ കൂട്ടണ്ട എന്ന് പറഞ്ഞിട്ട് ആകാശ് വണ്ടിയിലേക്ക് പോകുന്നു. പുറകെ രചന പോകാൻ തുടങ്ങുവാണ്. അന്നേരം ആയോട് പറയുന്നുണ്ട്, ഒരു ടാക്സി പിടിച്ച് മോളെയും കൊണ്ട് വീട്ടിലോട്ട് പൊയ്ക്കോട്ടോ, ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കുണ്ട് എന്ന് പറയുക. അന്നേരം ഇഷിത ഇത് കേട്ടുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇഷിത ചോദിക്കുന്നുണ്ട് രജനിയോട്, അതെന്താ ഇന്ന് ഇത്രയും വലിയൊരു തിരക്ക്, മോളെ കൂടെ കൂട്ടാൻ വയ്യാത്ത രീതിയിൽ ഏതെങ്കിലും ബന്ധുക്കൾ മരിച്ചോ എന്ന് ചോദിക്കും. അന്നേരം അതുകൊണ്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ചെറിയൊരു ആഘോഷമുണ്ട്, അവിടെ മോൾ വന്നാൽ ശരിയാകുകയില്ല എന്ന് പറയും. അന്നേരം ഇഷിത ചോദിക്കുന്നുണ്ട്, മോളെ തിരിച്ച് കിട്ടിയതിൻ്റെ ആ വിജയത്തിൻ്റെ ആഘോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. അന്നേരം കളിയാക്കി പറയുവാണ് ഇഷിത, മോളെ തിരിച്ച് കിട്ടിയതിൻ്റെ ആഘോഷം മോളെ കൂട്ടാതെ ആഘോഷിക്കുന്നു, കൊള്ളാം, നല്ല കാര്യമെന്ന് പറയും. എന്തെങ്കിലും സോറി ഇഷിത, എനിക്കിപ്പം മോളെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് രചന. ഇത് കാണുന്നത് ഇഷിതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. രചന ഒരിക്കലും മകളെ സ്നേഹിച്ച് കൂടെ നിർത്താനല്ല, അവരുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ആകെ വിഷമത്തിലാകുന്നു ഇഷിത. എന്നിട്ട് ചിപ്പിമോളോട് ഒരു യാത്ര പോലും പറയാതെ ആട്ടോ രജനി അങ്ങോട്ട് പോയത്. അന്നത്തേക്കും ചിപ്പിമോൾ ഓടി വന്ന് ഇഷിതയെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, എന്നെ ഡാഡിയുടെ അടുത്ത് കൊണ്ടുവിടാവോ ഫ്രണ്ട്, എനിക്ക് തീരെ പറ്റുന്നില്ല എൻ്റെ ഡാഡിയെ കാണാതെ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോരുത്, ഡാഡിയുടെ അടുത്ത് കൊണ്ടുവിട്ടില്ലെങ്കിൽ ഇഷിയാമ്മയെങ്കിലും എന്നെ കൊണ്ടുപോയി, എന്നെ ഇവരുടെ കൂടെ വിടരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കാര്യമാണ്. അന്നേരം ഇഷിത പറയുന്നുണ്ട്, മോളെ ഇഷിയാമ്മ പറയുന്നത് മോൾ കേൾക്കൂലേ, ഈ ഒരു കുറച്ച് നാളത്തേക്ക് മാത്രം മോൾ അമ്മയുടെ കൂടെ നിൽക്കുക, അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, മോളുടെ ഇഷ്ടത്തിന് എല്ലാം ആകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചിപ്പിമോൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അന്നേരം പറയും, ഏതായാലും ഷിയാമ്മ പറയുന്നിടത്തേക്ക് മോൾ വരികയില്ലേന്ന് ചോദിക്കും. വരാമെന്ന് പറയും. ഇഷിത തന്നെ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോവുക. അന്നേരം വണ്ടിയിൽ കയറി കഴിയുമ്പോഴാണ് ഇഷിത ഇങ്ങനെ ഓർക്കുന്നത്, മോളെ ഉമ്മ വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവിടെ നിർത്തിയിട്ട് അങ്ങ് പോവുമായിരുന്നല്ലോ മഹേഷ് ചെയ്തത്. അതിങ്ങനെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും ഫോൺ എടുത്തൊരു മെസ്സേജ് അയക്കുവാണ്. സ്വന്തം മകളെ കോടതി വളപ്പിൽ വെച്ച് ഉമ്മ വെച്ചു എന്ന് കരുതി കോടതി തൂക്കിക്കൊല്ലത്തൊന്നുമില്ല, അങ്ങനെ തൂക്കിക്കൊന്നിട്ടുണ്ടെങ്കിൽ അത് മകളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലല്ലേ എന്ന് ഓർത്തങ്ങ് സഹിച്ചേക്കണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കും കേട്ടോ മഹേഷിൻ്റെ ഫോണിലേക്ക്. അപ്പം മഹേഷിന് ആ കോളങ്ങ് മെസ്സേജ് ചെല്ലുമ്പോഴേക്കും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വിവേകിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. എടാ ഇത് കമ്പനിയിൽ നിന്നുള്ള വല്ല ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആയിരിക്കും, നീ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ. ഇതെടുത്ത് നോക്കിയിട്ട് ഈ മെസ്സേജ് വായിക്കുവാണ് വിവേക്. അന്നേരം പെട്ടെന്ന് വണ്ടി ഒതുക്കും മഹേഷ്. എന്നിട്ട് പറയും, എടാ നീ അതൊന്നുകൂടെ വായിച്ചേന്ന് പറയും. വായിച്ചു കഴിയുമ്പോൾ ഇതാരാ ഇത് അയക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം വിവേക് പറയുന്നുണ്ട്, ഇതൊരിക്കലും നിൻ്റെ ശത്രുവല്ല, നിന്നെ സ്നേഹിക്കുന്ന ചിപ്പിമോളെ സ്നേഹിക്കുന്ന ആരോ ആണ് എന്ന് പറയുമ്പം അതെനിക്ക് മനസ്സിലായി. പലപ്പോഴും ഉപദേശ രൂപേണയുള്ള പല കാര്യങ്ങളും വരുന്നത് എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, എൻ്റെ ശത്രുവല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഈ മെസ്സേജ് അയച്ച ആൾ ഇന്ന് കോടതി വളപ്പിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ കാണും, കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ വണ്ടി തിരിച്ച് കോടതി വളപ്പിലേക്ക് വരുവാണ് മഹേഷ്. എന്നിട്ട് അവിടെ വന്ന് നോക്കുമ്പോഴേക്കും ആ സമയത്തേക്ക് ആൾക്കാരൊക്കെ പോയി തുടങ്ങി, വളരെ കുറച്ച് ആൾക്കാരെ നിൽപ്പുള്ളൂ. ഏതായാലും മഹേഷ് അവിടെ എത്തുമ്പം മഹേഷ് ഇഷിതയുടെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിനെ കാണുന്നുണ്ട്. അന്നേരം അവരാണോ അയച്ചത് എന്നിങ്ങനെ സംശയം പറയുമ്പം വിവേക് പറയുന്നുണ്ട്, അവരൊന്നും അല്ല അയച്ചത്, എനിക്കിത് ഉറപ്പാണ്, ഇഷിത തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. കാരണം നീ ഒന്ന് ഓർത്ത് നോക്കിയേ, എല്ലാ മെസ്സേജിലും ഒരേ സബ്ജക്റ്റ് തന്നെയാണ്, ചിപ്പിമോളെ സ്നേഹിക്കണം, നന്നായിട്ട് നോക്കണം. അതുകൊണ്ട് ഇഷിതയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതും ചിപ്പിമോളോടല്ലേ, അത് വെച്ച് കണക്ട് ചെയ്യുമ്പം ഇഷിതയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം മഹേഷിന് അത് വിശ്വാസം വരുന്നില്ല. മഹേഷിനൊരു സംശയം, വീണ്ടും ഈ നേഴ്സ് തന്നെയാണോ എന്ന്. എന്നിട്ട് ഇവരവിടെ വന്ന് നിൽക്കുമ്പം കറക്റ്റ് ആ നേഴ്സ് ഒരു വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, കേസ് എന്നത്തേക്കാണ് മാറ്റിയതെന്ന് ചോദിക്കുമ്പം അയാളൊരു ഡേറ്റും പറയും. ഇത് മെസ്സേജ് ടൈപ്പ് ചെയ്യുവാണ് അവർ മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ മഹേഷിൻ്റെ ഫോണിലേക്കും ഒരു മെസ്സേജ് വരുവാണ്. ഇപ്പം നിങ്ങൾ തിരിച്ച് കോടതിയിൽ വന്ന് കാണും എന്നെനിക്കറിയാം, ആളെ കണ്ടുപിടിക്കാനല്ലേ, പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അന്നേരം മഹേഷ് കറക്റ്റ് ഇവരാണ് എന്ന് ഓർത്ത് ഇവരോട് പോയി ദേഷ്യപ്പെടുക. ഇവരെ കാണുന്നത് വളരെ സൗഹൃദത്തോടു കൂടി സംസാരിക്കുകയും ചെല്ലുവാണ് നേഴ്സ്. പക്ഷേ നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ എന്നൊക്കെ ചോദിച്ച് ഇത്തിരി മോശമായ രീതിയിൽ മഹേഷ് സംസാരിക്കുമ്പം അവർ ചോദിക്കുന്നുണ്ട്, അതെ സാറ് നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം, എന്നെ പേടിപ്പിക്കാനും എന്നോട് ദേഷ്യപ്പെടാനും നിങ്ങൾ ആരാ എന്ന് ചോദിക്കും. അതെങ്കിലും പെട്ടെന്ന് വിവേക് മഹേഷിനെ പിടിച്ച് മാറ്റും. എന്നിട്ട് അതെ നിങ്ങളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചില്ലേ, അത് ആർക്കാണെന്ന് ചോദിക്കുമ്പം അത് എൻ്റെ ഒരു ബന്ധുവിനാണ്, അവരൊരു കേസ് മാറ്റി വെച്ചു, ആ മെസ്സേജ് ഞാൻ അയച്ചെന്ന് പറയുമ്പോൾ അതൊന്ന് കാണിക്കാവോ എന്ന് ചോദിക്കും.
ഏതായാലും അവർ ആ മെസ്സേജ് വിവേകിനെ കാണിക്കുമ്പം ആ മെസ്സേജും അത് തന്നെയായിരുന്നു കേട്ടോ, കേസ് മാറ്റിവെച്ച കാര്യം തന്നെയായിരുന്നു അതിനകത്തെ വിഷയം. അത് മഹേഷിനെ കൊണ്ട് കാണിക്കും. എന്നിട്ട് പറയും, നീ ഒരു സോറി പറഞ്ഞ് തല ഊരാൻ നോക്കാന്ന് പറയും. ആ ഫോണുമായിട്ട് മഹേഷ് തിരിച്ച് ചെന്നാൽ ഫോൺ കൊടുക്കും. എന്നിട്ട് സോറി എന്ന് പറയുമ്പം, എനിക്ക് ചിപ്പിമോളിലെ കാര്യങ്ങളൊക്കെ അറിയാം, അവളെ നന്നായിട്ട് നോക്കണം കേട്ടോ സാറേ, സ്നേഹിക്കണം കേട്ടോ എന്നൊക്കെ പറയും അവർ. അന്തേക്കും പിന്നെയും സങ്കടമായിട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി പോരുക. പിന്നെ കാണിക്കുന്നത് ഇഷിത ചിപ്പിമോളെ വീട്ടിൽ കൊണ്ട് വിടുവാണ്. ചിപ്പിമോളുടെ റൂമൊക്കെ വന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് നല്ല റൂമാണല്ലോ, ഏതായാലും മോൾ ഇവിടെ ഇരിക്കുക, മോൾക്ക് എന്നെ കാണുന്ന തോന്നുമ്പം ആയ ആൻറ്റിയോട് പറഞ്ഞാൽ മതി, ഞാൻ വരാമെന്നൊക്കെ പറയും. എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് ഇറങ്ങി പോന്നിട്ടും ഇഷിത വണ്ടിയിലേക്ക് വന്ന് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെയും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുവാണ് ചിപ്പിമോൾ. എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകല്ലേ ഷിയാമേ, എന്നെ കൂടെ കൊണ്ടുപോയി, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും, കരയുക. അപ്പം ആയ വന്ന് ബലം പ്രയോഗിച്ചെന്ന പോലെ പിടിച്ച് വലിച്ച് അകത്തോട്ട് കൊണ്ടുപോവുകയാണ് ചിപ്പിമോൾ കരഞ്ഞ് കാറിയാണ് ബഹളം വെച്ചാണ് അകത്തോട്ട് കയറി പോണേ. അത് കണ്ട് ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് നിൽക്കുന്ന ഇഷിതയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.